ഹായ് ഹലോ. ഈ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാണ്. തരിയില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് റവ നമ്മളിതാ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറും ആ ഒരു പച്ചമണം ഉണ്ടാവുള്ള റവയുടെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരുന്നത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ റവയ്ക്ക് ഇത് ഏകദേശം നന്നായിട്ട് വാർന്നിട്ടുണ്ട്. നമ്മളെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാക്കിയാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളിതാ വറുത്തെടുത്തിട്ടുള്ള നമ്മളെ റവ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റെഡിയാക്കി എടുത്താൽ മതി. നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ചേർക്കണ്ടില്ല കേട്ടോ ബേക്കിംഗ് സോഡ. ഇനി അല്ല നമ്മൾ ഇതുണ്ടാക്കി മാവുണ്ടാക്കി അപ്പം തന്നെ റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഒരുപാടൊന്നും ചേർക്കേണ്ട, ഒരു പിഞ്ച് മാത്രം മതിയാവേ. അതിന് കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം, പാല് വേണമെങ്കിൽ പാലും ചേർക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതായാലും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പാലാട്ടോ ഒഴിക്കുന്നത്. ചൂടുള്ള പാലൊന്നും വേണ്ട, സാധാരണ നമ്മൾ അത്യാവശ്യം തണുപ്പുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1/4 കപ്പോളം പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ടാട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പോളം പാല്, അതിൽ 1 കപ്പ് പാലാട്ടോടുള്ളൂ, 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം 1.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. വീറ്റ് ഫ്ലോർ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. ഇനി രാവിലെയൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കാം, തേങ്ങ ചേർക്കാം, ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അല്ല പഞ്ചസാരയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് കറി ഇല്ലാതെയും കഴിക്കാം, കറി വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയും കഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മാറ്റുന്നില്ല കേട്ടോ. നമ്മളിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനല്ല നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ. ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സ്പൂണ് മാവിത ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പാൻ ആദ്യം ചൂടാക്കിയെടുക്കാം, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിക്കാൻ. മാവ് ഒഴിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ആക്കാനേ പാടില്ല കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മൾ തിരിച്ചിടാൻ നോക്കരുത്, അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുറിഞ്ഞൊന്നും പോകാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് സമയം വെച്ചിട്ട് ഇതുപോലൊന്ന് കളറൊന്ന് മാറിയെന്ന് കാണുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് റവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് ഓയിലോ എണ്ണയോ ഒന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയേ, അതൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാക്കാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.